സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ 24-ാമത്തെ ദിവസമാണ്. നമ്മളങ്ങനെ ബെത്ലഹേമിന് തൊട്ടടുത്തെത്തി. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് വിശുദ്ധ മത്തായി ശ്ലീഹയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ കബറിടത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഇന്നത്തെ റിഫ്ലക്ഷൻ അച്ഛൻ തരാനായിട്ട് പോകുന്നത്. മത്തായി ശ്ലീഹയുടെ കൂടെ ഈശോയൊന്ന് കാണുന്നത് ഒത്തിരി നല്ലതായിരിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകമായിരുന്നു വായിച്ചു പോകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ാമത്തെ അധ്യായത്തിൽ യൂദായെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. യാക്കോബ് തൻ്റെ എല്ലാ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യൂദായെ അനുഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്: ചെങ്കോൽ യൂദായുടെ കയ്യിലായിരിക്കും, അതിൻ്റെ അവകാശി വരുന്നത് വരെ അത് അവനെ വിട്ടുപോകുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? യൂദായുടെ ട്രൈബിനാണ് ശരിക്കും രാജാധികാരം കിട്ടുന്നത്. അതായത് ദാവീദ് രാജാവാകുന്നു, സോളമൻ രാജാവാകുന്നു, പിന്നെ ആ ലൈൻ കണ്ടിന്യൂ ചെയ്യണം. ബാബിലോൺ പ്രവാസം കഴിഞ്ഞിട്ട് പോലും ആ ചെങ്കോല് വിട്ടു പോകുന്നില്ലായിരുന്നു. കാരണം പലതരത്തിലുള്ള അധികാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, സാൻഹദ്രിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും യൂദാ ട്രൈബിലുള്ള ആൾക്കാരായിരുന്നു. ശരിക്കും പ്രവചന ഇപ്രകാരമാണ്: ഇതിൻ്റെ അവകാശി വരുമ്പം ഈ ചെങ്കോല് വിട്ടുപോകും എന്നുള്ളതാണ്. സർപ്രൈസിംഗ്ലി ശരിക്കും ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഈ ഉൽപ്പത്തി 49 ഈ ഒരു പ്രൊഫസി ഇതൊരു ടൈം സ്റ്റാമ്പ് ആണെന്നും കൂടിയാണ്. കാരണം ഈശോ ജനിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഹേറോദോസ് രാജാവാകുന്നത്. ഹേറോദോസ് യൂദാ ട്രൈബിൽപ്പെട്ടതല്ലായിരുന്നു. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ഏദോമ്യനായിരുന്നു. അപ്പോൾ ശരിക്കും യൂദാ ട്രൈബിൽ നിന്നും ഈ അധികാരം മാറിപ്പോവുകയാണ്. ഇത് മാത്രമല്ല, എന്നിട്ടും സൻഹദ്രിന് കുറച്ചൊക്കെ അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ 6ാമത്തെ 7ാമത്തെ നൂറ്റാണ്ടായപ്പോഴത്തേക്കും റോമാക്കാരെന്ത് ചെയ്തു? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്താനുള്ള അധികാരം സാൻഹദ്രിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് ഈശോയെ ശിക്ഷിച്ച സമയത്ത് ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഈ സാൻഹദ്രിൻ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ റോമാക്കാർ ഈ ഒരു അധികാരം എടുത്തു കളഞ്ഞു. അപ്പോൾ ശരിക്കും ഇതാണ് അതിൻ്റെ അധികാരി വന്നു ചേരുന്നിടം വരെ ചെങ്കോൽ യൂദായെ വിട്ടു പോവുകയില്ല എന്നുള്ള ആ ഒരു പ്രവചനം അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. ആ ഒരു സമയത്താണ് ശരിക്കും ഈശോ ജനിക്കുന്നത്. യൂദായുടെ ചെങ്കോലിൻ്റെ അധികാരി, അതായത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തുമെന്നുള്ള ഈ ലൂക്കാസ് വിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലുള്ള ഒരു പ്രോഫസി അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയിൽ നിറവേറുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഇറ്റ്സ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു പ്രോഫസിയാണ്. യാക്കോബ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യൂദയെ അനുഗ്രഹിക്കുന്നതാണ്. അതിനും ഒരു 2000 വർഷങ്ങൾക്ക് ശേഷം അത് പൂർത്തിയാവുകയാണ്. സ്നേഹമുള്ളവർ, നമ്മൾ ഈശോയെ കാണാനായിട്ട് പോകുമ്പോൾ ഒന്ന് കാരണവന്മാരുടെ അനുഗ്രഹം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയത് തന്നെയാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെ കാരണവന്മാരുടെ ഒരു അനുഗ്രഹക്കേട് ബാക്കിയുള്ള മക്കളിൽ നമ്മളത് കാണുന്നുണ്ട്. അനുഗ്രഹക്കേട് വന്നാൽ അതും തലമുറകളോളം നിൽക്കും. അതുകൊണ്ട് കാരണവന്മാരുടെ അനുഗ്രഹം മേടിക്കണം. നമ്മുടെ എല്ലാ തലമുറകളെയും കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുൽക്കുട്ടി കിടക്കുന്ന ഈ ഉണ്ണീശോയെ കാണാനായിട്ട് പോകാം. ഇന്ന് മത്തായി ശ്ലീഹയുടെ കൂടെ നമ്മൾ പോകുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.